കണ്ടെയ്നർ കൊല്ലം തീരത്തും കടലിലും എത്തിയതോടെ കടൽ തീരത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ വന്ന മാറ്റമാണ് ഇവിടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ കടൽക്കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ തങ്കശ്ശേരിയിലെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് സാധാരണ തങ്കശ്ശേരിയിൽ ഇത്രയും പ്രകാശം കാണാനൊരു സാഹചര്യം പൊതുവെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല. ഈ സമയത്ത് ഇവിടെ ബോട്ടും വെള്ളമൊക്കെ കുറവായിരിക്കും. എന്നാൽ കടലിൽ കണ്ടെയ്നർ വീണ് കണ്ടെയ്നറിനുള്ളിലെ ബോക്സൊക്കെ നമ്മളെ കടലിൽ പലയിടത്തായിട്ട് ഇങ്ങനെ ഒഴുകി നടപ്പുണ്ട്. അത് ശേഖരിക്കാനായിട്ട് വരുന്നത് കൊണ്ടാണ് ആ തങ്കശ്ശേരി ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം കടലിൻ്റെ മധ്യഭാഗത്തോട്ട് നമ്മൾ വ്യൂ പോയിൻ്റ് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇടയ്ക്ക് മുറിക്കുകയാണോ ചെറുതായിട്ടാണോ ചെറുതായിട്ട് ലൈറ്റൊക്കെ കാണുന്നത്. സാധാരണ ഈ ഭാഗത്താണ്, ഈ കടലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് കൂടുതൽ ലൈറ്റും വെട്ടം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ കണ്ടെയ്നർ തീരത്തടിഞ്ഞതോടെ കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ കടലിൽ വീണ് ഒഴുകി നടപ്പുണ്ട്. അത് ശേഖരിക്കാനായി തങ്കശ്ശേരി ഭാഗത്ത് നിന്നും കടലിലേക്ക് വരുന്ന ചെറിയ ബോട്ടും കപ്പലും ഒക്കെ ഇത് ശേഖരിച്ച് തങ്കശ്ശേരി ഭാഗത്തേക്ക് തന്നെ പോകുന്നതിനാലാണ് കടലിൻ്റെ നടുക്ക് ഭാഗത്ത് വെട്ടം കുറവും ഇതാണ്ട് ഈ തങ്കശ്ശേരി ഭാഗത്ത് നല്ല പ്രകാശമുള്ളതായി നമുക്ക് കാണാൻ കഴിയും. സാധാരണ ഇങ്ങനൊരു കാഴ്ച നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയില്ല. ആ കണ്ടെയ്നർ അടിഞ്ഞ ബീച്ചിൻ്റെ ഭാഗത്തുള്ള തീരദേശത്തെ വീടുകളാണ്. ഇവിടെ ഇപ്പോൾ വീടുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്.